മഴയിൽ മുങ്ങി കളമശ്ശേരി വ്യവസായ നഗരം. കൗൺസിലർമാരുടെ വീടുകളിലടക്കം വെള്ളം കയറി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കമ്പനികളിലും വെള്ളം കയറി. കനത്ത മഴയിൽ വ്യവസായ നഗരമായ കളമശ്ശേരി വെള്ളത്തിലായി. കളമശ്ശേരി നഗരസഭയിലെ 28ഓളം വാർഡുകളിലാണ് വെള്ളം കയറിയത്. ഏകദേശം 500ഓളം കുടുംബങ്ങളിലാണ് വെള്ളം കയറിയത്. ഇന്നലെ രാവിലെ 6:30 ആരംഭിച്ച മഴയാണ് ശക്തി പ്രാപിച്ച് റോഡുകളിലും കാണകളിലും നിറഞ്ഞൊഴുകിയതോടെ വീടുകളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയത്. അറഫ നഗർ, അൽഫിയ നഗർ, വിദ്യാനഗർ, പോട്ടച്ചാൽ നഗർ, BP മരക്കാർ റോഡ്, മൂലേപ്പാടം, നജാത്ത് നഗർ, മ്യൂസിയം നഗർ, കുമ്മഞ്ചേരിമുക്ക്, മാനാത്ത് പാടം, തങ്കപ്പൻ റോഡ് തുടങ്ങി കളമശ്ശേരിയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലാണ് ഏറെ ദുരന്തം വിധിച്ചത്. പല ഭാഗത്തെയും വൈകിട്ടും വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ്. വട്ടേക്കുന്നം തുരങ്കപാതയിൽ വെള്ളം നിറഞ്ഞതോടെ ഈ ഭാഗത്തിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് തുരങ്കപാതയിലെ കെട്ടിക്കിടക്കുന്ന വെള്ളം മോട്ടോർ ഉപയോഗിച്ച് അടിച്ചു പറ്റിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ദേശീയപാത അടക്കം വെള്ളക്കെട്ടായതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. HMT മൂലേപ്പാടത്ത് ശക്തമായ മഴയിൽ 7ഓളം വീടുകളിലെ മതിലുകൾ തകർന്നു വീണു. കൂടാതെ സ്വകാര്യ കോളേജിന്റെ മതിൽ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഒഴുകിയൊലിച്ച് വീടുകളിലേക്ക് കയറുകയായിരുന്നു. ഏകദേശം 50ഓളം വീടുകളിൽ ഈ ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ഇതര സംസ്ഥാനക്കാരായ കുട്ടികളടക്കം 10ഓളം പേരെ കളമശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയതായി വില്ലേജ് ഓഫീസർ അറിയിച്ചു. കങ്ങരപ്പടി നാളിമൂലയിൽ സ്വകാര്യ വില്ലയുടെ മതിലിടിഞ്ഞു വീണ് സമീപത്തെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനും സ്കൂട്ടറിനും സൈക്കിളിനും കേടുപാടുകൾ സംഭവിച്ചു. 37ാം വാർഡിലെ കൗൺസിലറുടെയും മുൻ ചെയർപേഴ്സന്റെയും വീടടക്കം വെള്ളം കയറി. കളമശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കാന നിറഞ്ഞൊഴുകി കമ്പനിയിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ഭക്ഷ്യ ഉൽപാദന കമ്പനികൾക്ക് വലിയ നാശനഷ്ടമുണ്ടായി. കാനകളും തോടുകളും നിറഞ്ഞു കവിഞ്ഞാണ് കളമശ്ശേരിയിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നത്.